ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗിന്റെ വിശകലനവുമായി എഡിറ്റർ രാജീവ് ദേവരാജിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക്, തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് നാളെ തുടക്കമാവുകയാണ്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നാളെ വോട്ടെടുപ്പ് നടക്കും. 18 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 91 ലോക്സഭാ മണ്ഡലങ്ങളിലെ 14,24,00,000 ജനങ്ങളാണ് നാളെ വിധി എഴുതുന്നത്. 1279 സ്ഥാനാർത്ഥികൾ വോട്ട് തേടുന്നു. ഇതാണ് മൊത്തത്തിലുള്ള ഇന്ത്യയുടെ ചിത്രം. 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ ആരൊക്കെ ജയിച്ചു എന്നുള്ളതിൻ്റെ കണക്കാണ്. BJP കഴിഞ്ഞ തവണ 282 സീറ്റുകൾ നേടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി. കോൺഗ്രസ് വെറും 44 സീറ്റുകൾ മാത്രമേ നേടിയുള്ളൂ. ഇനി നമുക്ക് ഘട്ടം ഘട്ടമായുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിൽ ഒന്നാം ഘട്ടം ഏപ്രിൽ 11 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ആണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ മുകളിൽ നിന്ന് നോക്കിയാൽ, വടക്ക് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലെ 2 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അത് പ്രധാനമായും ബാരാമുള്ള, അവിടെ കഴിഞ്ഞ തവണ PDP സ്ഥാനാർത്ഥി മുസാഫർ ഹുസൈൻ ബൈഗാണ് വിജയിച്ചത്. അതുപോലെ തന്നെ രണ്ടാമത്തെ മണ്ഡലം ജമ്മു ആണ്. അവിടെ BJP ജയിച്ചു. ജുഗൽ കിഷോർ കഴിഞ്ഞ തവണ അവിടെ വിജയിച്ചു. അവിടെ നിന്ന് പിന്നെയും നോക്കിക്കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ 5 മണ്ഡലങ്ങളിലും നാളെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെ ഈ 5 മണ്ഡലങ്ങളും കഴിഞ്ഞ പ്രാവശ്യം BJP ആണ് ജയിച്ചത്. അതുപോലെ തന്നെ വെസ്റ്റേൺ UP, പശ്ചിമ UPയിലെ 7 മണ്ഡലങ്ങളിലാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ 8 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അത് പ്രധാനമായും പെട്ടെന്ന് നോക്കാം. ഷഹാരൻപൂർ, അതുപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൈരാന, 3ാമത്തെ മണ്ഡലമായ മുസാഫർ നഗർ, 4ാമത്തെ മണ്ഡലമായ ബിജ്നോർ, അതുപോലെ തന്നെ 11ാമത്തെ ബാഗ്പത്ത്, അവിടെ RLDക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ്. മീററ്റ്, ഗൗതം ബുദ്ധ് നഗർ തുടങ്ങിയ ഒരു 8 മണ്ഡലങ്ങളിലാണ് പശ്ചിമ UPയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ബീഹാറിലെ 4 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇതാണ് പൊതുവെയുള്ള ഒരു ചിത്രം. ദക്ഷിണേന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ദക്ഷിണേന്ത്യയിലെ തെലങ്കാനയിലെ 17 അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെയും 25 ലോക്സഭാ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ ആന്ധ്ര നിയമസഭയിലേക്കും ഉള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. മധ്യപ്രദേശിലെ മഹാരാഷ്ട്രയിലെ ചില മണ്ഡലങ്ങളിലും നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. 7 മണ്ഡലങ്ങളിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിലെ ഒരു മണ്ഡലത്തിൽ, നക്സൽ ബാധിത മേഖലയായ ബസ്തറിൽ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മണ്ഡലങ്ങൾ പ്രധാനമായും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ് പ്രധാനമായും ഉള്ളത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിക്കിമിലെ ഒരു സീറ്റിൽ, അതുപോലെ പശ്ചിമ ബംഗാളിലെ 2 സീറ്റിൽ, ഒന്ന് അലിപൂർ ദ്വാറും അതുപോലെ തന്നെ കൂച്ച് ബിഹാർ മണ്ഡലങ്ങളിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. ഇതാണ് ഒരു പൊതുവായി നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യയുടെ ഒരു പൊതുചിത്രം. 91 മണ്ഡലങ്ങളിൽ ഈ 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ അതിൽ ഏറ്റവും വലിയ 3ാമത്തെ ഘട്ട തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ ഈ തവണ ഇങ്ങനെ നടക്കുന്നത്. കഴിഞ്ഞ തവണ 91 മണ്ഡലങ്ങളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2009 ഒരു താരതമ്യം നമുക്ക് നോക്കാവുന്നതാണ്. 2009 കോൺഗ്രസ് ഈ 91 മണ്ഡലങ്ങളിൽ 55 കോൺഗ്രസ് നേടി. BJP 7, TDP 6, BSP 4, BJD 2, JDU 2, NCP 2, മറ്റുള്ളവർ 13. ഇതായിരുന്നു 2009 അവസ്ഥ. ഇനി 2014 അത് എങ്ങനെ മാറി എന്നുള്ളത് കൂടി നമുക്ക് നോക്കാവുന്നതാണ്. ഇതിലാണ് ഏറ്റവും പ്രധാനമായും എടുത്തു കാണേണ്ട ഒരു കാര്യം. 32 സീറ്റുകൾ BJP നേടി. 7 സീറ്റുണ്ടായിരുന്ന BJPക്ക് 32 സീറ്റുകൾ നേടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ തെരഞ്ഞെടുപ്പിനെ, കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ BJPക്ക് വലിയ നേട്ടം ഉണ്ടായി. BJPക്ക് 25 സീറ്റുകളുടെ നേട്ടം കഴിഞ്ഞ തവണ ഉണ്ടായി. എന്നാൽ കോൺഗ്രസിന് വലിയ നഷ്ടം ഉണ്ടായി. കോൺഗ്രസിന് 48 സീറ്റുകളുടെ നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കണ്ടുകഴിഞ്ഞാൽ തന്നെ ഉത്തരാഖണ്ഡ് മൊത്തത്തിൽ എല്ലാ മണ്ഡലങ്ങളും BJP വിജയിച്ചു. പശ്ചിമ UPയിൽ BJP വിജയിച്ചു. മഹാരാഷ്ട്രയിൽ പല മണ്ഡലങ്ങളും BJP വിജയിച്ചു. ബസ്തർ കഴിഞ്ഞ പ്രാവശ്യം BJP വിജയിച്ചു. ജമ്മു കാശ്മീരിലെ മണ്ഡലങ്ങളിലൊന്നും BJP വിജയിച്ചു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ തവണ BJP വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കി. ഇതാണ് BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് നയിച്ച ഒരു ഘടകം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 91 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ BJP വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കി. അത് BJPക്ക് നിലനിർത്താൻ കഴിയുമോ, പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന് എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് 1ാമത്തെ ഘട്ട തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അധികം ശ്രദ്ധേയമാക്കുന്നത്.